ദിവ്യമന്നയുടെ ജനുവരി 27-ാം തീയതി ഞായറാഴ്ചത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഒന്നാം പാഠം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ബാബേൽ പ്രവാസത്തിന് മുൻപുള്ള പ്രവചനങ്ങളിലെ ഒരു ഭാഗമാണ് ഈ വേദഭാഗം. ഇസ്രായേലിൽ മുന്തിരി വിളവെടുപ്പ് നടത്തുന്ന കാലത്ത് വിളവെടുക്കുന്ന ആളുകൾ പാടുന്നതായ ഒരു കൊയ്ത്ത് ഗാനം, അതിൻ്റെ മാതൃകയിലാണ് പ്രവാചകൻ ഇവിടെ ദുഃഖസാന്ദ്രമായ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. ഇവിടെ ഒരു കൃഷിക്കാരൻ എപ്രകാരമാണ് മുന്തിരി കൃഷി ചെയ്യുന്നത് എന്ന് വളരെ ഭംഗിയായി പ്രവാചകൻ വിവരിക്കുന്നുണ്ട്. അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുത്തു, അതിലെ അതിർത്തികൾ വേലികെട്ടി ബന്ദോസാക്കി, കല്ലുകളെല്ലാം നീക്കിക്കളഞ്ഞു, മേൽത്തരമായ മുന്തിരിവള്ളി നട്ടു, കാവൽ ഗോപുരം പണിതു, മുന്തിരിങ്ങ പറിക്കുമ്പോൾ അത് വീഞ്ഞാക്കാൻ വേണ്ടി ചക്കും ക്രമീകരിച്ചു. വിളവെടുപ്പിനായിട്ട് കൃഷിക്കാരൻ കാത്തിരിക്കുകയാണ്. പക്ഷേ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയായിരുന്നു എന്ന് പറയുമ്പോൾ ആ കൃഷിക്കാരൻ്റെ വേദന എത്രമാത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക സഭയെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ച ഇതുപോലെ മറ്റൊരു ജനതയുണ്ടോ എന്ന് സംശയമാണ്. നാം എണ്ണത്തിൽ കുറഞ്ഞവരാണ്. എന്നാൽ ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. ഉത്കൃഷ്ടമായ വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചു. ജോലി സാധ്യതകൾ സ്വദേശത്തും വിദേശത്തുമൊക്കെ ദൈവം നമുക്ക് വിശാലമായി തുറന്നു തന്നു. ജീവിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകി. അങ്ങനെ നാം ലഭിച്ചതായ ദൈവിക ദാനങ്ങളെ എണ്ണി നോക്കുകയാണെങ്കിൽ എത്രയോ ശ്രേഷ്ഠമായ ഒരു നിലയിലാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അതിനനുയോജ്യമായ ഫലം നമ്മിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നത് ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. നീതിയും ന്യായവും ദൈവം പ്രതീക്ഷിക്കുമ്പോൾ അത് കൊടുക്കുവാൻ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന ഒരു വിലയിരുത്തൽ ഏറ്റവും ഉചിതമാണ്. രണ്ടാം പാഠം വെളിപാട് പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അന്ന് പീഡിപ്പിക്കപ്പെട്ടതായ സഭയുടെ ചിത്രമാണ് വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നത്. അന്നത്തെ പൗരാണികമായ 7 സഭകൾ, ആ 7 സഭകളിലെ അധ്യക്ഷന്മാർ നിശ്ചിതമായി പീഡിപ്പിക്കപ്പെടുകയും പലരും കൊല്ലപ്പെടുകയും പലരെ നാടുകടത്തുകയും ഒക്കെ ചെയ്തു. സാധാരണ വിശ്വാസികളും വളരെയധികം ഭയാശങ്കകളിലൂടെ കടന്നുപോയി വളരെയേറെ പീഡിപ്പിക്കപ്പെട്ടു. എഫേസോസിലെ സഭയുടെ അധ്യക്ഷനായിരുന്ന യോഹന്നാൻ പീഡനത്തിനിരയായി ഗ്രീസിലെ ഒരു ദ്വീപായ പത്മോസിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തി. എന്നാൽ ആ പത്മോസ് ദ്വീപിൽ തനിക്കുണ്ടായ ദിവ്യ ദർശനത്തിൽ സഭകളോടുള്ള ദൂത് അദ്ദേഹം രേഖപ്പെടുത്തിയതാണ് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഏഷ്യ മൈനറിലെ ഈ 7 പൗരാണിക സഭകളിലെ ഒരു സഭയാണ് ലവോദിക്ക സഭ. ആ സഭയോടുള്ള ദൂതാണ് ഇന്നത്തെ വേദഭാഗത്ത് നാം വായിക്കുന്നത്.
ലവോദിക്ക പട്ടണം സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു ആ കാലത്ത്. മേൽത്തരം വസ്ത്രങ്ങൾ, ചായങ്ങൾ, ലേപനങ്ങൾ ഇവയുടെ നിർമ്മാണത്തിലും ബാങ്കിങ് വ്യവസായത്തിലും വളരെ പേരും പ്രശസ്തിയും ആർജിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്ക. എന്നാൽ ആ പട്ടണത്തിലെ സഭയുടെ ആത്മീക ദാരിദ്ര്യത്തെക്കുറിച്ച് ഇവിടെ യോഹന്നാൻ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ നാം എന്തൊക്കെ ആണെന്നോ ആയിരുന്നുവെന്നോ പാരമ്പര്യത്തിൽ അഭിമാനിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നത് തിരിച്ചറിയുകയും ഏതിൽ വീണിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട് ഒരു മടങ്ങിപ്പോക്കിന് നമ്മെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് സംഗതമായിട്ടുള്ളത്. ഇന്നത്തെ ലേഖനഭാഗം പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വേദഭാഗമാണ്. ഈ വേദഭാഗത്ത് അപ്പോസ്തലൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പോരാട്ടത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഈ പോരാട്ടം പ്രസക്തമാണ്. ആത്മാഭിലാഷവും ജഡാഭിലാഷവും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം. ഇതിലാര് ജയിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും സ്ഥിതി ചെയ്യുന്നത്. ഇവ തമ്മിൽ പൊരുത്തമില്ലാത്ത രണ്ട് അനുഭവങ്ങളാണ്: ആത്മാവിൻ്റെ ചിന്തകൾ, ജഡത്തിൻ്റെ ചിന്തകൾ. ഈ പോരാട്ടത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം ആദ്യത്തെ 14 വാക്യങ്ങളാണ്. സ്നാപക യോഹന്നാൻ്റെ ഉപദേശ സംഗ്രഹമാണ് ഈ വേദഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിൽ സ്നാപക യോഹന്നാൻ തൻ്റെ അടുക്കൽ വന്ന ആളുകളോട് പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരിക്കാതെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്ന് അദ്ദേഹം ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിത രീതികളിൽ നിന്ന് മാനസാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്. ചുങ്കക്കാർ, പട്ടാളക്കാർ, സാധാരണ ആളുകൾ, ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്, പ്രായോഗിക തലത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ അവർക്കൊക്കെയും തക്കതായ മറുപടികൾ കൊടുക്കുന്നുണ്ട്. ചുങ്കക്കാരോട് പറയുന്നുണ്ട്, ന്യായമായി വാങ്ങേണ്ട കരം മാത്രമേ നിങ്ങൾ വാങ്ങാവൂ എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങരുത്. പടയാളികൾ വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, അകാരണമായി ആരെയും ബലാത്കാരം ചെയ്യരുത്, ആരെയും പീഡിപ്പിക്കരുത് എന്ന് പറയുന്നു. അതുകൊണ്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക, ന്യായമായത് ചെയ്യുക, നീതി പ്രവർത്തിക്കുക. ഇതാണ് യോഹന്നാൻ ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ കരുണാർദ്രമായ ഒരു സമീപനം, സാഹോദര്യം, സ്നേഹം, ഇങ്ങനെയുള്ള സദ്ഗുണങ്ങൾ ചേർന്ന ഒരു ജീവിതം നയിക്കുക. അപ്പോൾ ദൈവനാമം നമ്മുടെ ജീവിതങ്ങളിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകും. അതിന് ഏവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.